ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഉത്തരധ്രുവത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. ഉത്തരധ്രുവം എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ. അവിടെ എപ്പോഴും മഞ്ഞ് വീണുകൊണ്ടിരിക്കും. അവിടെ താമസിക്കുന്നവർ എസ്കിമോകളാണ്. അവർ ഇഗ്ലു എന്ന് പറയുന്ന വീട്ടിലാണ് താമസിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരിൽ നിന്നുള്ള ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. നോർത്ത് പോളിൽ താമസിച്ചിരുന്ന ഒരു എസ്കിമോയായിരുന്നു സിസറോ. സിസറോയ്ക്ക് അതിസുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു സെറ്റ്ന. സെറ്റ്ന അതിസുന്ദരിയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അവളെ നാട്ടിലെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. എല്ലാ എസ്കിമോ കുടുംബങ്ങളും സെറ്റ്നയെ തങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. എല്ലാ എസ്കിമോ യുവാക്കളും സെറ്റ്നയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാലും സിസറോ എപ്പോഴും സെറ്റ്നയോട് പറയും, നിന്നെ ഞാൻ സാധാരണക്കാർക്കൊന്നും വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല, നീ എൻ്റെ പൊന്നു മോളാണ്. അതുകൊണ്ട് തിമിംഗല വേട്ടക്കാർക്ക് മാത്രമേ ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ. തിമിംഗല വേട്ടക്കാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിടുക്കർ. അപ്പോഴൊക്കെ സെറ്റ്ന പറയും, വേണ്ട അച്ഛാ, എനിക്ക് ഈ വേട്ടക്കാരെയും മീൻപിടുത്തക്കാരെയും ഒന്നും വേണ്ട. അവർക്കെപ്പോഴും മീൻ മണമാണ്. എനിക്ക് ഒരു സാധാരണക്കാരൻ മതി. സിസറോ അപ്പോൾ ഉറക്കെ ചിരിക്കും, മോളെ, നമ്മൾ എസ്കിമോകൾക്ക് വേട്ടയാടാതെ ജീവിക്കാൻ പറ്റില്ല. മീനുകളാണ് നമ്മളുടെ ഭക്ഷണം. അപ്പോൾ മീൻപിടുത്തക്കാരിലെ ഏറ്റവും മിടുക്കൻ ഒരു തിമിംഗല വേട്ടക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു തിമിംഗല വേട്ടക്കാരനെ കണ്ടുപിടിച്ച് നമ്മുടെ വീട്ടിലെ മരുമകനാക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്കൊരിക്കലും ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വരികയില്ല. അങ്ങനെ സിസറോ തൻ്റെ മകളെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ആ ഇടയ്ക്ക് ഒരു വലിയ മഞ്ഞുകാലം വന്നു. രാവും പകലും തുരുതുര മഞ്ഞ് വീണുകൊണ്ടിരുന്നു. സാധാരണ വീഴുന്നതിലും ഇരട്ടി മഞ്ഞ്. ഒരാൾക്ക് പോലും തങ്ങളുടെ കൊച്ചു ഇഗ്ലുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതായി. അവരെല്ലാവരും പട്ടിണിയായി. സാധാരണ അവരങ്ങനെ പട്ടിണിയാവാറുള്ളതല്ല. എത്ര കാലം മഞ്ഞ് വീണാലും അതിന് വേണ്ട ഭക്ഷണമൊക്കെ അവർ സൂക്ഷിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഭക്ഷണമൊക്കെ തീർന്നു. ഒരാൾക്ക് പോലും മീൻ പിടിക്കാനോ വേട്ടയാടാനോ പുറത്തിറങ്ങാൻ വയ്യ. എല്ലാവരും പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി. തൻ്റെ പൊന്നുമകൾ സെറ്റ്ന പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് സിസറോയ്ക്ക് സഹിച്ചില്ല. അവസാനം അയാൾ പറഞ്ഞു, മോളെ സെറ്റ്ന, നമ്മളുടെ വീട്ടിൽ ആഹാര സാധനങ്ങളെല്ലാം തീർന്നു. ഇനി അധിക ദിവസം നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അടുത്ത ദിവസം നമ്മളുടെ വീടിൻ്റെ മുറ്റത്തെത്തുന്ന വേട്ടക്കാരൻ ആരാണോ അയാൾക്ക് ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കും. നീ മറുത്തൊന്നും പറയരുത്. ആരുടെയെങ്കിലും കൂടെ നീ പോയി സന്തോഷമായിട്ട് ജീവിക്കും. ഞങ്ങളോ പട്ടിണി കിടന്ന് മരിക്കും. സെറ്റ്ന ഇത് കേട്ട് ഒരുപാട് കരഞ്ഞു, എതിർത്ത് നോക്കി. പക്ഷേ സിസറോ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തൻ്റെ മോളും കൂടി തൻ്റെ വീട്ടിൽ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കണ്ട എന്ന് മാത്രമേ അദ്ദേഹം കരുതിയുള്ളൂ. പിറ്റേന്ന് തോരാത്ത മഞ്ഞ് മഴയായിരുന്നു. അപ്പോഴുണ്ട് മഞ്ഞ് മഴയിൽ കുളിച്ച് ഒരു വലിയ രോമക്കുപ്പായവും ധരിച്ച് ആരോ വാതിലിൽ വന്ന് മുട്ടി. ആരാണ് എന്ന് സിസറോയ്ക്ക് മനസ്സിലായില്ല. കടുത്ത മഞ്ഞിൽ ആളെ കാണാൻ വയ്യ. വലിയ രോമക്കുപ്പായമിട്ട ഒരാൾ എന്നെ അറിയാൻ പറ്റുന്നുള്ളൂ. സിസറോ ആ വന്ന ആളോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം. ഇത്ര മഞ്ഞത്ത് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ നിങ്ങളൊരു സാധാരണക്കാരനല്ല, മിടുക്കനായിരിക്കണം, ഒരു വേട്ടക്കാരനായിരിക്കണം. നിങ്ങൾ എൻ്റെ മകളെ കൂടി സ്വീകരിക്കണം. ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാറായി. ഞങ്ങളുടെ മകൾ സെറ്റ്ന അതിസുന്ദരിയാണ്. നിങ്ങൾക്ക് അവളെ എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് അദ്ദേഹം സെറ്റ്നയെ പുറത്തേക്ക് ഇറക്കി നിർത്തി. വന്ന അപരിചിതനായ വ്യക്തി സെറ്റ്നയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുന്നത് നോക്കി ആ പിതാവ് തൻ്റെ വീടിൻ്റെ വാതിക്കൽ നിന്നു. മഞ്ഞിൽ അവരെ കാണാതായി. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതോടെ ആ വേട്ടക്കാരൻ സെറ്റ്നയെ എടുത്ത് പൊക്കി ഒരു തോണിയിൽ കയറ്റി തുഴഞ്ഞ് മുന്നോട്ട് പോയി. തൊട്ടടുത്ത ദ്വീപിലേക്കാണ് പോയത്. അവിടെ ഒരൊറ്റ മഞ്ഞ് വീട് പോലും ഉണ്ടായിരുന്നില്ല. സെറ്റ്ന വിചാരിച്ചത് അടുത്തുള്ള ദ്വീപുകളിലൊക്കെ തങ്ങളുടേതുപോലെ ചെറിയ ചെറിയ ഇഗ്ലുകൾ ഉണ്ടാകുമെന്നാണ്. പക്ഷെ അവിടെ ആകെ കരിമ്പാറക്കെട്ടുകൾ മാത്രമായിരുന്നു നിറഞ്ഞിരുന്നത്. മഞ്ഞും കരിമ്പാറക്കെട്ടുകളും മാത്രം നിറഞ്ഞൊരു സ്ഥലം. സെറ്റ്ന വല്ലാതെ പേടിച്ചു. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ആ വേട്ടക്കാരൻ തൻ്റെ ദേഹത്തെ രോമക്കുപ്പായങ്ങളൊക്കെ ഓരോന്നായിട്ട് അഴിച്ചു മാറ്റാൻ തുടങ്ങിയത്. സെറ്റ്ന ഞെട്ടിപ്പോയി. അതൊരു മനുഷ്യനായിരുന്നില്ല, ഒരു ഭീമൻ കാട്ടുകാക്കയായിരുന്നു. അതിൻ്റെ രൂപം കണ്ട് സെറ്റ്ന കണ്ണു പൊത്തി കരഞ്ഞുപോയി. ആ കാക്ക തൻ്റെ നേരെ നടന്നു വരുന്നത് കണ്ട് സെറ്റ്ന വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. പക്ഷേ കാട്ടുകാക്ക പിന്നാലെ എത്തി അവളെ പിടികൂടി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നീ വിചാരിക്കുകയേ വേണ്ട. എന്നെ സംബന്ധിച്ച് നീ വലിയൊരു മീനാണ്. നിന്നെ ഞാൻ കുറേശ്ശെ കൊത്തി കൊത്തി തിന്നോളാം. തൽക്കാലം എനിക്ക് ഭക്ഷണത്തിന് ക്ഷാമമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ക്ഷാമമുള്ളപ്പോൾ തിന്നാൻ വേണ്ടി ഞാൻ നിന്നെ മാറ്റി വെക്കുകയാണ്. അതുവരെ ഞാൻ തരുന്ന ഭക്ഷണവും കഴിച്ചിവിടെ കഴിഞ്ഞോണം.
കാട്ടുകാക്കയുടെ ഭീഷണി കേട്ട് സെറ്റ്ന നടുങ്ങിപ്പോയി. കാട്ടുകാക്കയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറന്നു പോകും. എന്നിട്ട് പച്ച മാംസവും പച്ച മീനുകളെയും കൊത്തിക്കൊണ്ടുവരും. ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനൊന്നും ആ ദ്വീപിലൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പച്ച മാംസവും തിന്ന് തണുത്ത് വിറങ്ങലിച്ച് സെറ്റ്ന ആ ദ്വീപിൽ കഴിഞ്ഞു. അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. കാട്ടുകാക്കയില്ലാത്ത സമയത്ത് അവൾ കടൽ തീരത്ത് ചെന്ന് എന്ന ഉച്ചത്തിൽ തൻ്റെ അച്ഛനെ വിളിച്ച് കരയുക പതിവായിരുന്നു. എൻ്റെ അച്ഛ, എന്നെ ഈ കാട്ടുകാക്ക കൊത്തി തിന്നുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും വന്ന് രക്ഷിക്കണേ എന്നവൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. കാറ്റിനും തിരമാലകൾക്കും അവളുടെ കണ്ണീര് കണ്ട അലിവ് തോന്നി. അവ സെറ്റ്നയുടെ പിതാവിനെ ചെന്ന് വിവരമറിയിച്ചു. വിവരമറിഞ്ഞ് സിസറോ വിഷമിച്ചു പോയി. മനുഷ്യനെന്ന് കരുതി മകളെ ഏൽപ്പിച്ചത് ഒരു ക്രൂരനായ കാട്ടുകാക്കയ്ക്കാണല്ലോ. അപ്പോഴേക്കും മഞ്ഞൊന്ന് ഒതുങ്ങിയിരുന്നു. സിസറ ഉടൻ തന്നെ ഒരു തോണിയിൽ കയറി അടുത്ത ദ്വീപിലേക്ക് വന്നു. അവിടെ എത്തിയപ്പോൾ കൊതി പിടിച്ച കാട്ടുകാക്ക സെറ്റ്നയെ കൊത്തി തിന്നുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ മകളുടെ അടുത്തേക്ക് ഓടി വന്നു. തൻ്റെ കയ്യിലിരുന്ന പങ്കായം കൊണ്ട് കാട്ടുകാക്കയെ അടിച്ച് കടലിലിട്ടു. എന്നിട്ട് തൻ്റെ മകളെയും വഞ്ചിയിൽ കയറ്റി വേഗത്തിൽ തുഴഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷേ അവർക്ക് അധികം നേരമൊന്നും ആശ്വസിക്കാൻ പറ്റിയില്ല. കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ പിന്നിലെന്തോ പറന്നു വരുന്ന ശബ്ദം കേട്ടു. കടൽ കാക്ക ഉച്ചത്തിൽ ആക്രോശിക്കുന്ന ശബ്ദം. സെറ്റ്ന തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത പൊട്ട് പോലെ കാട്ടുകാക്ക തങ്ങളുടെ നേരെ പറന്നു വരുന്നത് കണ്ടു. അത് അടുത്തടുത്ത് വരികയാണ്. അടുത്തു വരുംതോറും അതിൻ്റെ ഭീമാകാരമായ രൂപം കണ്ട് സെറ്റ്ന പേടിച്ച് വിറച്ചു. അച്ഛാ, ആ ഭീകരൻ താൻ നമ്മുടെ അടുത്തെത്തി എന്നവൾ നിലവിളിച്ചതും ആ കാക്ക അവളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. കാലുകൊണ്ടും കൊക്കുകൊണ്ടും അവൻ സെറ്റ്നയെ കൊത്തിക്കീറാൻ നോക്കി. സിസറോ തൻ്റെ പങ്കായം കൊണ്ട് കാട്ടുകാക്കയുമായി ഏറ്റുമുട്ടിയെങ്കിലും കാക്കയുടെ ശക്തമായ ചിറക് വീശലിൽ കൊടുങ്കാറ്റുയർന്നു. തോണി ആടി ഉലഞ്ഞു. പാവം സെറ്റ്ന കടലിനുള്ളിലേക്ക് വീണുപോയി. കൊടും തണുപ്പത്ത് അവൾക്ക് നീന്താനും അറിഞ്ഞുകൂടായിരുന്നു. തിരകളിൽ മുങ്ങിയും പൊങ്ങിയും അവൾ കുറച്ചു നേരം കിടന്നു. കൈകാലിട്ടടിച്ചു. തിമിംഗലങ്ങളും സീലുകളും ഒത്തുകൂടി അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ വെള്ളത്തിനടിയിലേക്ക് താണുപോയി. അപ്പോൾ മീനുകളെല്ലാവരും കൂടി ചേർന്ന്, തിമിംഗലങ്ങളും സീലുകളും ഞണ്ടുകളും ആമകളും എല്ലാം ചേർന്ന് സെറ്റ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതോടെ കടൽ ദൈവങ്ങൾ പ്രസാദിച്ചു. അവർ അവളെ അനുഗ്രഹിച്ചു. അവൾ വെളുവെള മിന്നുന്ന ദേഹവും വെളുത്ത ചിറകുകളും പവിഴ കിരീടവുമുള്ള ഒരു കടൽ ദേവതയായിട്ട് രൂപാന്തരപ്പെട്ടു. അന്നു മുതൽ ആപത്ത് നേരത്ത് എസ്കിമോകളും മത്സ്യവേട്ടക്കാരും തോണിയാത്രക്കാരും എല്ലാവരും സെറ്റ്നയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആപത്തിൽപ്പെട്ടവരെല്ലാം സെറ്റ്ന സഹായിച്ചു. പിന്നീട് അവൾ തിമിംഗല വേട്ടക്കാരുടെ കാവൽ ദേവതയായിട്ട് അറിയപ്പെട്ടു. കടലിലെ ഏതാപത്തിലും വേട്ടക്കാരെ സഹായിക്കുന്ന ഒരു ദേവതയായി തീർന്നു സെറ്റ്ന. ഇഷ്ടമായോ സെറ്റ്നയുടെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.